പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമമായ റാന്നിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാറി മാരംകുളം എന്ന ചെറു ഗ്രാമത്തിലാണ് നാഗപ്പാറ എന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം. നഗരത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി ശാന്തസുന്ദരവും പ്രകൃതിരമണീയവുമായ ഇവിടം മനുഷ്യ മനസ്സുകൾക്ക് കുളിർമ പകരുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് നൽകുന്നത്. വണ്ടി എടുത്ത് ഇവിടെ വന്നപ്പോൾ അടിപൊളി വ്യൂ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊള്ളാം. പിന്നെ വണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി കുറച്ചേരം ഇവിടെയൊക്കെ നിന്നു. അപ്പോഴാണ് വിളിച്ച് കണ്ടത്. കൊള്ളാം, അടിപൊളി വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇച്ചിരി ഫോറസ്റ്റിലോട്ട് കയറുന്ന പോലെ ഒരു ഇത്. പിന്നെ താഴെ അരുവി, അടിപൊളി സ്ഥലം. വിശാലമായി കിടക്കുന്ന പാറപ്പരപ്പുകൾ. പ്രഭാതത്തിലും സായാഹ്നത്തിലുമാണ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാവുക. ഭീമനുരുട്ടിയ കല്ലെന്ന് പറയപ്പെടുന്ന ഉരുളൻ പാറയും മുകൾ ഭാഗത്തു നിന്ന് താഴ്വാരത്തേക്ക് കളകള ശബ്ദത്തോടുകൂടി ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടവും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. സുഹൃത്തുക്കൾക്കൊപ്പവും കുടുംബവുമായി വന്ന് അല്പസമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഈ നാഗപ്പാറ. ശാന്തമായ അന്തരീക്ഷത്തിൽ ഉൾവനത്തിലിരുന്ന് ആശയങ്ങൾ കൈമാറുന്ന പക്ഷികളുടെ നാദവും ഇവിടെ കേൾക്കാം. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് പരന്നും താഴ്ചയുമായി കിടക്കുന്ന പാറയിടുക്കുകളിലൂടെ സുരക്ഷിതമായി വാഹനങ്ങൾ കയറ്റി ഇറക്കുന്നത് ഒരു ഹരമാണ്. ജീപ്പുകളിലും ഇരുചക്ര വാഹനങ്ങളിലും അനേകർ ഇവിടെ സവാരിക്കായി വന്നു പോകാറുണ്ട്. ചില സമയങ്ങളിൽ ഉച്ചനേരത്തും ചിലപ്പോൾ സന്ധ്യാനേരങ്ങളിലും മൂടൽമഞ്ഞ് വന്ന് പോകാറുണ്ട് ഈ നാഗപ്പാറയിൽ. ഭയങ്കര കാമായിട്ട് ഏരിയ. പിന്നെ നമുക്കൊരു ഫോറസ്റ്റിലൊരു പീസ്, ഭയങ്കര കാമായിട്ട് ഏരിയ. പിന്നെ കുറച്ച് സേഫാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ മൃഗങ്ങളുടെയോ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇൻ നെക്സ്റ്റ് ടൈം എനിക്ക് ഫാമിലി അവരൊക്കെ വരുമ്പോൾ, നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പാറയോട് ചേർന്ന് വനം മേഖലയാണെങ്കിലും വന്യമൃഗങ്ങളുടെയോ മറ്റ് യാതൊരുവിധ ശല്യങ്ങളും ഇവിടെയില്ല. മനോഹരങ്ങളായ പുല്ലുകളും പൂക്കളും ചെറുവെള്ളച്ചാട്ടങ്ങളും ഈ പാറക്കൂട്ടങ്ങൾക്ക് മനോഹാരിത പകരുന്ന ഒന്നാണ്. എന്തുകൊണ്ടും മനസ്സിൻ്റെ വീർപ്പുമുട്ടലിൽ നിന്ന് ഒരു അല്പം ആശ്വാസം കണ്ടെത്താൻ നാഗപ്പാറയിലേക്കുള്ള യാത്ര ഉപകാരപ്രദമാകും. സിറ്റി ന്യൂസ്, റാന്നി.